എറണാകുളത്തിന്റെ ബഹുമാനപ്പെട്ട എം.പി. ശ്രീ ഹൈബി ഈഡൻ ഇവിടെ ഈ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ എത്തുകയുണ്ടായി. അന്നേ ദിനം അദ്ദേഹത്തെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യമായിട്ടല്ല അദ്ദേഹം ഈ സ്കൂളിലേക്കും പരിസരത്തേക്കും കടന്നു വരുന്നത്. അദ്ദേഹത്തിനും ഞങ്ങൾക്കെന്നും പ്രോത്സാഹനം നൽകിപ്പോരുന്ന സ്ഥലം എം.എൽ.എ. ശ്രീ കെ ബാബുവിനും സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഷോൺ ജോർജ്. എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്ന് നന്ദി പറഞ്ഞതാണ്. നന്ദി പറഞ്ഞത് ആർക്കാണ്? ഹൈബിയുടനും മറ്റൊന്ന് ഷോൺ ജോർജിനും. ഹൈബിയുടൻ കോൺഗ്രസിന്റെ MP ആണ്. ഷോൺ ജോർജ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. രണ്ടുപേർക്കും നന്ദി പറഞ്ഞത് മറ്റാരുമല്ല, കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. എറണാകുളത്തിന്റെ ബഹുമാനപ്പെട്ട MP. ശ്രീ ഹൈബി ഈഡൻ ഇവിടെ ഈ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ എത്തുകയുണ്ടായി. അന്നേ ദിനം അദ്ദേഹത്തെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യമായിട്ടല്ല അദ്ദേഹം ഈ സ്കൂളിലേക്കും പരിസരത്തേക്കും കടന്നു വരുന്നത്. അദ്ദേഹത്തിനും ഞങ്ങൾക്കെന്നും പ്രോത്സാഹനം നൽകിപ്പോരുന്ന സ്ഥലം എം.എൽ.എ. ശ്രീ കെ ബാബുവിനും സമയം കണ്ടെത്തി ഇവിടെ എത്തിയതിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഷോൺ ജോർജ്. എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തിനാണ് നന്ദി പറഞ്ഞത്? ഞങ്ങളോടൊപ്പം എന്ന് വെച്ചാൽ സ്കൂൾ മാനേജ്മെന്റിനോടൊപ്പം നിന്നതിന്. ഞങ്ങൾ എന്ന് വെച്ചാൽ സ്കൂൾ മാനേജ്മെന്റ് ഒരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ ഓടിയെത്തി സഹായിച്ചതിന്. ആരൊക്കെയാണ്? കോൺഗ്രസ് നേതാവും BJP നേതാവും. ഈ കോൺഗ്രസ് നേതാവിനെ പിന്തുണച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്, ഒരു പ്രശ്നമുണ്ടായപ്പോൾ രമ്യമായി പരിഹരിക്കാൻ ഓടിയെത്തിയിട്ടുണ്ട് ഹൈബി ഈഡൻ. അത് ചെയ്യേണ്ടതല്ലേ? അത് വളരെ നന്നായി അവരെ അഭിനന്ദിക്കുന്നു. ഹൈബി ഈഡനെ മാത്രമല്ല, ഹൈബി ഈഡനോടൊപ്പം അവിടെ എത്തിയ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിനന്ദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പെൺകുട്ടിയെ, വിദ്യാർത്ഥിനിയെ തട്ടമിട്ട് സ്കൂളിൽ വരാൻ അനുവാദം കൊടുക്കുന്നതിന് വേണ്ടി സ്കൂൾ മാനേജിന്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്താനല്ല ഹൈബി ഈഡൻ പോയത്, മുഹമ്മദ് ഷിയാസ് പോയത് വിദ്യാർത്ഥിനിയെയും രക്ഷിതാക്കളെയും കണ്ട് സംസാരിച്ച് അവരുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തി തട്ടം ഇടാതെ സ്കൂളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിനിയുടെ മൗലികാവകാശം റദ്ദ് ചെയ്യാനാണ് ഇടപെട്ടത് ഹൈബി ഈഡനും മുഹമ്മദ് ഷിയാസും. അവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു ആര്? VD സതീശൻ. എന്ന് വെച്ചാൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നതിന് ഇതിൽ പരം ഒരു ഉദാഹരണം വേണ്ട. മുസ്ലിം വിദ്യാർത്ഥിനിയോടൊപ്പമല്ല കോൺഗ്രസ് നിൽക്കുന്നത്, മുസ്ലിം സമുദായത്തോടൊപ്പമല്ല കോൺഗ്രസ് നിൽക്കുന്നത്. ആ കോൺഗ്രസിനെ വെള്ളപൂശാനാണ് കുഞ്ഞാലിക്കുട്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. കോൺഗ്രസിനെ കുറിച്ച് മോശമായി ഒരു വാക്കുപോലും പറയുന്നില്ല. കോൺഗ്രസിനെ കോർണർ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, സാധാരണയല്ലേ MP പോവുക എന്നൊക്കെ പറഞ്ഞ് MP ഹൈബി ഈഡന്റെ ഇടപെടലിനെ വളരെ കുറച്ച് കാണിക്കുന്നു, അത് അവഗണിക്കുന്നു. ഹൈബി ഈഡനെ പിന്തുണച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും ഉത്തരം പറയാൻ ഞാനില്ല, ഞാൻ അതേക്കുറിച്ചൊന്നും പറയില്ല, കോൺഗ്രസിനെ അങ്ങനെ കോർണർ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു കുഞ്ഞാലിക്കുട്ടി. ഇതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാർത്താ സമ്മേളനത്തിൽ നാം കണ്ടത്. കാണാം. കോൺഗ്രസിന് ഇത് കുറച്ച് അസൗകര്യമായ വിഷയമാണ് എന്ന് കാണുമ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി വർഗീയത ഊതി ഉറപ്പിക്കണമല്ലോ ഇതിൻ്റെ ഇടയിൽ. അത്തരം ചോദ്യങ്ങൾക്ക് കൂടുതൽ എൻ്റെ അടുത്ത് ഉത്തരം കിട്ടും. നിങ്ങൾ ഇവങ്ങനെ കൂടിയിട്ട് എൻ്റെ അടുത്ത് കൂടുതൽ ഉത്തരം കിട്ടൂല. കോൺഗ്രസിനെ കോർണർ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അതല്ല ഇവിടുത്തെ പ്രശ്നം. കോൺഗ്രസിനെ കോർണർ ചെയ്യലല്ല, ചില ഈ പ്രശ്നം ഊതി ഉറപ്പിക്കണ പോലെ ചിലവരുടെ ആവശ്യം അതാണ്. അതിനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത് തന്നെ. കോൺഗ്രസിന് ഇത് കുറച്ച് അസൗകര്യമായ വിഷയമാണ് എന്ന് കാണുമ്പോൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി വർഗീയത ഊതി ഉറപ്പിക്കണമല്ലോ ഇതിൻ്റെ ഇടയിൽ. അത്തരം ചോദ്യങ്ങൾക്ക് കൂടുതൽ എൻ്റെ അടുത്ത് ഉത്തരം കിട്ടില്ല. എവിടെ നമ്മളെ വർഗീയത ഉണ്ടാവരുത് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ
ഒരുപാട് പ്രാവശ്യം വാർത്താ മാധ്യമങ്ങളെ കണ്ടു, പലവട്ടം അദ്ദേഹത്തിന്റെ ശക്തമായ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ വിഭാഗീയത ഉണ്ടാക്കാൻ നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഭാഗീയത വർദ്ധിപ്പിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ആ വിഷയം നമുക്ക് അയിമ ക്ലോസ് ചെയ്യാം. എല്ലാ വിഷയങ്ങളിലും അപ്പോൾ തലമറന്ന് എണ്ണ തേക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. ഈ കോൺഗ്രസിനെ ഒന്ന് വിമർശിക്കാൻ, കോൺഗ്രസിൻ്റെ ഈ നിലപാടിനെ ഒന്ന് തുറന്ന് എതിർക്കാൻ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയുന്നില്ല, മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കഴിയുന്നില്ല? അതിൻ്റെ ഉത്തരമാണ് അധികാരം. എന്ത് നഷ്ടപ്പെട്ടാലും സമുദായത്തിന്, മുസ്ലിം സമൂഹത്തിന് എന്ത് നഷ്ടം സംഭവിച്ചാലും നമുക്ക് അധികാരം വേണം. അതാണ് കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അണികളുടെ അവസ്ഥയല്ല, നേതാക്കളുടെ അവസ്ഥ. അധികാരമില്ലാത്ത 10 വർഷം, ഇനിയും ഒരു 5 വർഷമോ അത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല മുസ്ലിം ലീഗ് നേതാക്കൾക്ക്. അതുകൊണ്ടാണ് ഇത്തരം തെമ്മാടിത്തങ്ങൾക്ക്, കോൺഗ്രസ് നേതാക്കൾ ചെയ്ത തെമ്മാടിത്തങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറാകുന്നത്. മുസ്ലിം ലീഗിന് ഇപ്പോൾ എന്തെങ്കിലും നന്മ അവശേഷിച്ചിട്ടുണ്ട് എങ്കിൽ അതും കൂടി ഇല്ലാതാക്കുന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. ഏതായാലും കേരളം ഇത് വലിയ ചർച്ചയാക്കി മാറ്റിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം സംഘടനകളും ഹൈബി ഈഡനെതിരെ രംഗത്ത് വന്നിട്ട് പോലും കുഞ്ഞാലിക്കുട്ടി പക്ഷേ ഹൈബി ഈഡനെതിരെ, വി ഡി സതീശനെതിരെ ഒരു വാക്കുപോലും പറയുന്നില്ല.